നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വർക്കിംഗ് ക്ലാസിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. നമുക്കറിയാം, ഒരു സർക്കാർ ജീവനക്കാരൻ സർവീസിൽ കയറുന്നത് മുതൽ വിരമിക്കുന്നത് വരെയുള്ള അയാളുടെ എല്ലാ വിവരങ്ങളും രേഖപ്പെടുത്തുന്നതിന്റെ ആധികാരിക രേഖയാണ് അദ്ദേഹത്തിന്റെ സർവീസ് ബുക്ക് അഥവാ സേവന പുസ്തകം. ഇത് സൂക്ഷിക്കുക എന്നത് അതായത് സെക്ഷൻ ക്ലർക്കിന്റെ ഉത്തരവാദിത്തമാണ്. ഒരു 30 വർഷത്തോളം സർവീസുള്ള ഒരു ജീവനക്കാരന്റെ സേവന പുസ്തകം അയാൾ വിരമിക്കുന്ന ഒരു സമയം എത്തുമ്പോഴേക്കും ആകെ കുത്തഴിഞ്ഞ ഒരു അവസ്ഥയിലായിരിക്കും. ഇതിന് ഒരു പരിഹാരമെന്ന നിലയിലും എല്ലാ സർക്കാർ ഓഫീസുകളും പേപ്പർ രഹിതമാക്കുന്നതിന്റെയും കൂടി ഭാഗമായി ധനകാര്യ വകുപ്പിന്റെ 118/2021 നമ്പർ ഉത്തരവ് പ്രകാരം എല്ലാ ഗസറ്റഡ് നോൺ ഗസറ്റഡ് ജീവനക്കാർക്കും ഈ സർവീസ് ബുക്ക് നടപ്പിലാക്കിയിട്ടുണ്ട്. ഇതിന് പ്രകാരം ജീവനക്കാരെ 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. കാറ്റഗറി എ എന്നതാണ് ആദ്യത്തേത്. ഇതിൽ 1/1/2021 അതിന് ശേഷമോ സർവീസിൽ കയറിയവരാണ് ഉൾപ്പെടുന്നത്. ഇവർക്ക് ഈ സർവീസ് ബുക്ക് മാത്രം മതി. അഥവാ ആരെങ്കിലും എഴുതി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് യാതൊരു മൂല്യവുമില്ല, അത് ക്യാൻസൽ ചെയ്യേണ്ടി വരും. ഇനി രണ്ടാമത്തെ കാറ്റഗറി ബി ആണ്. അത് ഉടൻ സർവീസിൽ നിന്ന് വിരമിക്കാൻ പോകുന്നവരാണ്. അതായത് 31/12/2023 അതിനു മുൻപോ സർവീസിൽ നിന്നും വിരമിക്കുന്ന ആൾക്കാർ. ഇവർക്ക് ഫിസിക്കൽ സർവീസ് ബുക്ക് അത്യാവശ്യമാണ്. ഇനിയുള്ളത് കാറ്റഗറി സി, അതായത് ഈ 2 വിഭാഗങ്ങളിലും എയിലും ബിയിലും ഉൾപ്പെടാത്തവർ, അതായത് 1/1/21 മുൻപ് സർവീസിൽ കയറിയവരും 31/12/23 വിരമിക്കാത്തവരും, അത് 31/12/23 ശേഷം വിരമിക്കുന്നവരും. ഇവർക്ക് മറ്റൊരു ഉത്തരവ് വരുന്നത് വരെ ഈ സർവീസ് ബുക്കും വേണം, ഫിസിക്കൽ സർവീസ് ബുക്കും വേണം. ഈ വീഡിയോയുടെ തമ്പനിയിൽ കണ്ടവർക്ക് ഒരു സംശയം തോന്നാം, ഈ സർവീസ് ബുക്ക് ഇനി മുതൽ നമുക്ക് പരിശോധിക്കാന്ന് പറഞ്ഞാൽ നേരത്തെ പരിശോധിക്കാൻ പറ്റില്ലായിരുന്നു. നേരത്തെയും പറ്റുമായിരുന്നു, പക്ഷെ അതിന് ചെറിയ കടമകൾ ഉണ്ടായിരുന്നു. ഒന്ന്, നമ്മൾ സ്ഥാപന മേധാവിയുടെ അനുവാദം വാങ്ങണം. അതിനുശേഷം അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ഒരാൾക്ക് സൗകര്യമുള്ള സമയത്ത് അദ്ദേഹത്തിന് മുമ്പിൽ വെച്ച് നമ്മൾ ഈ സർവീസ് ബുക്ക് പരിശോധിക്കണം. അതിന് നിശ്ചിത സമയം ഉണ്ടായിരുന്നു. എന്നാൽ ഈ സർവീസ് ബുക്കിന്റെ ഒരു സൗകര്യം വന്ന ശേഷം നമ്മുടെ സേവന പുസ്തകം നമുക്ക് എവിടെ വെച്ച് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ആരുടെയും അനുവാദമില്ലാതെ പരിശോധിക്കാനുള്ള സൗകര്യമാണ് ലഭിച്ചിരിക്കുന്നത്. പരിശോധിച്ച ശേഷം എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സ്ഥാപന മേധാവി അറിയിച്ച് തിരുത്താനും സാധിക്കും. ഉദാഹരണമായിട്ട് നമ്മുടെ ജനന തീയതി അതിൽ തെറ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമുക്കുള്ള ഒരു ക്വാളിഫിക്കേഷൻ അതിനകത്ത് എൻ്റർ ചെയ്തിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ പേര് 3 പേരുണ്ടെങ്കിൽ 3 പേരുടെയും പേര് അതിനകത്ത് വന്നിട്ടില്ല എങ്കിൽ, അങ്ങനെയുള്ള തെറ്റുകളെല്ലാം തിരുത്താനുള്ള അവസരമുണ്ട്. അപ്പം നമ്മളത് പരിശോധിക്കുക, എന്നിട്ട് സ്ഥാപന മേധാവിയെ രേഖാമൂലം അറിയിക്കുക, എന്നിട്ട് അത് തിരുത്തുക. ആദ്യമായിട്ട് നമ്മൾ സ്പാർക്കിന്റെ ലോഗിൻ പേജിലേക്ക് പോവുകയാണ്. അവിടെ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും, യൂസർ നെയിം എന്ന് പറയുന്നത് നമ്മുടെ പെൻ നമ്പർ തന്നെയാണ്. അതിനുശേഷം നമ്മൾ പാസ്വേഡ് കൊടുക്കുന്നു, പിന്നീട് നമ്മൾ ക്യാപ്ച കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ സൈൻ ഇൻ ചെയ്യുകയാണ്. സൈൻ ഇൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് നമ്മുടെ പേജാണ്. ഇതാണ് നമ്മുടെ പേജ്. ഈ പേജിൽ സർവീസ് മാറ്റേഴ്സിൽ ഏറ്റവും താഴെയായി ഈ സർവീസ് ബുക്ക് ഉണ്ടാവും. ഈ സർവീസ് ബുക്ക്, വ്യൂ ഈ സർവീസ് ബുക്ക്. നമ്മൾ ഈ സർവീസ് ബുക്ക് കാണുകയാണ്. ഇവിടെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് പേര്, എംപ്ലോയിയുടെ പേര്, നമ്മുടെ സ്ഥാപനത്തിന്റെ പേര്, 2 ലാംഗ്വേജിലും നമുക്ക് സർവീസ് ബുക്ക് കാണാം. ഇംഗ്ലീഷും കാണാം, മലയാളം കാണാം. നമ്മൾ ഇംഗ്ലീഷ് ഗോ കൊടുക്കുന്നു. നമ്മുടെ സർവീസ് ബുക്ക് ഇപ്പോൾ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലിക്ക് ഹിയർ ആഫ്റ്റർ സർവീസ് ബുക്ക് ജനറേഷൻ ആണ്. നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ സർവീസ് ബുക്ക് ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും. ക്ലിക്ക് ചെയ്തു, നമ്മുടെ സർവീസ് ബുക്ക് വന്നു കഴിഞ്ഞു. ഈ സർവീസ് ബുക്കിൽ നമ്മൾ ഓരോ പേജുകളായിട്ട് നമുക്ക് മറിക്കാൻ പറ്റും. അപ്പോൾ ഇതിനെ നമ്മൾ ചെയ്യേണ്ടത്, ഒന്നുകിൽ നമുക്ക് നെക്സ്റ്റ് പേജിൽ ക്ലിക്ക് ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിന്റെ ടോപ്പ് റൈറ്റ് കോർണറിൽ ഇങ്ങനെ ഇവിടെ വന്നിട്ട് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ ഇൻഡെക്സ് പേജാണ് ആദ്യം വരുന്നത്. ഇൻഡെക്സ് പേജിൽ തന്നെ നോക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ, നമ്മുടെ വ്യക്തി വിവരങ്ങൾ മുഴുവൻ 1ഉം 2ഉം പേജുകളിലാണ്. പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് 3, 5 പേജുകളിൽ, ഫാമിലി ഡീറ്റെയിൽസ് 6ാം പേജിൽ, ഡീറ്റെയിൽസ് ഓഫ് അഡ്വൈസ്, ഇതുപോലെ എല്ലാം വായിക്കാം. എല്ലാം വായിച്ചു കഴിഞ്ഞാൽ വീഡിയോ കുറെ നീണ്ടുപോകും. അപ്പോൾ അടുത്തതായി നമ്മൾ അടുത്ത ഒരു പേജിലേക്ക് വേണം. നമുക്ക് പേഴ്സണൽ ഇൻഫർമേഷൻ, നമ്മളെക്കുറിച്ച് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം ശരിയാണോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ 1, 2 ആണ്. നമ്മൾ അതിന് വേണ്ടിയിട്ട് ആ ടോപ്പ് റൈറ്റിൽ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ആ പേജിൽ തന്നെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ പേജ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. നമ്മളിപ്പോൾ 1, 2 എന്നുള്ള പേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പേജ് വരും. അപ്പോൾ നമുക്ക് ഫോട്ടോ, നമ്മുടെ പേര്,
മറ്റ് ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്ത് ഇങ്ങനെ വരും. ഇതാണ് നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ കിട്ടുന്ന പേജ്. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക്, 2 പേജിലുണ്ടല്ലോ, അടുത്ത പേജിലേക്ക് കടക്കുന്നു. ഇവിടെ വീണ്ടും നമ്മുടെ ബാക്കി കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടാകും. ഇത് എല്ലാം നമുക്ക് നോക്കാം. അടുത്ത 3ാമത്തെ പേജിൽ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് നോക്കുക. നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ഇവിടെ എൻറ്റർ ചെയ്തിട്ടില്ല. ശരിക്കും നമ്മുടെ സർവീസ് ബുക്കിൽ എൻറ്റർ ചെയ്തിട്ടുണ്ട്. എന്നാൽ അത് ഓഫീസിൽ നിന്ന് സ്പാർക്കിൽ നമ്മുടെ പേഴ്സണൽ മെമ്മോറാണ്ടം എടുത്ത് അതിനകത്ത് നമ്മൾ ഇതെല്ലാം എൻറ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് എല്ലാം വരും. അപ്പോൾ നമുക്ക് ഇത് വന്നിട്ടില്ല. ഇത് നമുക്ക് വേണമെങ്കിൽ ഓഫീസിൽ നിന്ന് അറിയിക്കാം. നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് എൻ്റെ ഈ സർവീസ് ബുക്കിൽ ഇല്ലല്ലോ, ഒന്ന് ആഡ് ചെയ്ത് തരണേന്ന് പറയാം. അടുത്ത പേജ് എടുക്കുക. അടുത്ത പേജ് ഇതിൽ നമ്മുടെ ഡീറ്റെയിൽസ് ഓഫ് ട്രെയിനിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോരോ പേജായിട്ട് മറിക്കുന്നില്ല. ഇനി നമ്മുടെ ഫാമിലി ഡീറ്റെയിൽസ് എടുക്കുക. 6ാമത്തെ പേജ് നമ്മൾ ആദ്യം കണ്ടു. 6ാമത്തെ പേജ് ഫാമിലി ഡീറ്റെയിൽസ് ഇവിടെ എൻറ്റർ ചെയ്തിട്ടില്ല. ഫാമിലി ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യണം. അത് നമ്മൾ സർവീസ് ബുക്കിൽ എൻറ്റർ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഫിസിക്കലി നമ്മൾ എഴുതുന്ന ഒരു സർവീസ് ബുക്ക് ഉണ്ടല്ലോ, അതിനകത്ത് എൻറ്റർ ചെയ്തിട്ടുണ്ടാവും. ഇതിൽ എൻറ്റർ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഓഫീസിൽ എഴുതി കൊടുക്കുക, എൻ്റെ ഫാമിലി ഡീറ്റെയിൽസ് ഇതിനകത്ത് വന്നിട്ടില്ല, ഇനി മുതൽ ഈ സർവീസ് ബുക്കാണല്ലോ, അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതൊന്ന് എഴുതി തരുന്നുള്ളത് നടപടി ഉണ്ടാകണമെന്ന് പറഞ്ഞ് എഴുതി കൊടുക്കുക. പിന്നെ നമ്മുടെ അഡ്വൈസ് നമ്പർ, അപ്പോയിന്റ്മെന്റ് നമ്പർ, ഇതൊന്നും എഴുതാത്തൊരു ബുക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു പുതിയ ആയിട്ട് ജോയിൻ ചെയ്ത ഒരാളുടെ ബുക്കാണിത്. അപ്പോൾ ഇതിൽ നമുക്കിതുപോലെ എല്ലാം നമുക്ക് കാണാൻ കഴിയും. അടുത്ത പേജ് എടുക്കുക. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പേജിലേക്ക് പോവുക. ഫസ്റ്റ് പേജ് എന്ന് പറഞ്ഞാൽ കവർ പേജാണ്. കവർ പേജിൽ ചെന്നതിന് ശേഷം നമുക്ക് വീണ്ടും നമ്മുടെ ഇൻഡെക്സ് പേജിലെത്തുക. അവിടെ നോക്കുമ്പോൾ നമുക്ക് ഫോറിൻ സർവീസ്, ഹിസ്റ്ററി ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് സർവീസ്. ഈ ഹിസ്റ്ററി ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് സർവീസ് എന്ന് പറയുന്നത് നമ്മുടെ സർവീസ് ബുക്കിന്റെ സിംഹഭാഗവും നമ്മൾ എഴുതി തീർക്കുന്നത് ഈ ഹിസ്റ്ററി ആൻഡ് സർവീസ് വെരിഫിക്കേഷനാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെ ജോയിൻ ചെയ്തു, എങ്ങോട്ട് ട്രാൻസ്ഫർ ആയി, അതൊക്കെയാണ്. പക്ഷെ ഇവിടെ നോക്കുക, വളരെ കുറച്ച് പേജുകൾ മാത്രമേ അതിനുള്ളൂ. 28, 29. ഇവിടെ നമുക്ക് കാണാം അവരുടെ ജോയിനിങ് ഡേറ്റ്, അടുത്ത ആ വർഷം, ഒരു വർഷം തികഞ്ഞപ്പോഴുള്ള ആ ഡേറ്റ്, പിന്നെ അവരുടെ പേ സ്കെയില് എല്ലാം ഇവിടെ ഉണ്ട്. നമ്മൾ സർവീസ് ബുക്കിൽ ഇടുന്ന അതേ സംഭവം തന്നെ ഇവിടെ എഴുതുന്നു. 1ാമത്തെ എൻട്രി ഇവിടെ നടത്താൻ, 2ാമത്തെ എൻട്രി, 3ാമത്തെ എൻട്രി, അങ്ങനെ താഴോട്ട് എൻട്രി നടത്തി കഴിഞ്ഞാൽ അവരുടെ ഒരു 30 വർഷത്തെ സർവീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പരമാവധി 2 പേജ്, അതിൽ കൂടുതൽ ഇതിനുവേണ്ടി ചിലവാകില്ല. ഇനി അടുത്തൊരു പേജ് നോക്കുക. ഇതും കൂടെ അറിഞ്ഞിട്ട് നമുക്ക് നിർത്താം വീഡിയോ. ഇവിടെ നമ്മുടെ ട്രാൻസ്ഫർ വരുമ്പോൾ നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ എഴുതി പോകുന്നത് ആ സർവീസ് ബുക്കിനെ 3ആയിട്ട് വിഭജിച്ച്, ഒരു പേജിനെ 3ആയിട്ട് മാറ്റിയിട്ട് അതിൽ ഓരോ ഭാഗത്തും എഴുതുകയാണ്. എന്നാൽ ഇവിടെ ട്രാൻസ്ഫറിന് വേറൊരു പേജാണ്, അതുപോലെ തന്നെ പ്രൊമോഷന് വേറൊരു പേജാണ്. ഈ രീതിയിലാണ് നമ്മുടെ ഈ സർവീസ് ബുക്ക് കാണുന്നത്. ഇനി ഇത്രയും ആവുമ്പോൾ ഇതെല്ലാ പേജിലും നമുക്ക് നോക്കാം. നമ്മുടെ ലീവ് എൻട്രി ചെയ്യാൻ നമുക്ക് എല്ലാം പറ്റും. അതിനെ നമ്മൾ വീണ്ടും ഫസ്റ്റ് പേജിലേക്ക് പോകുന്നു. പോയിട്ട് നമ്മൾ വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ബാക്കി ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് നമ്മുടെ ലീവ് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. നമ്മുടെ ലീവ് ഡീറ്റെയിൽസ്, ഏൺ ലീവ്, ഹാഫ് പേ ലീവ്, ലീവ് വിത്തൗട്ട് അലവൻസ്, ഇതെല്ലാം നമ്മൾ എടുക്കുമ്പോൾ തന്നെ നമ്മുടെ സ്പാർക്കിൽ ആഡ് ചെയ്യണം എന്നാണ്. അങ്ങനെ ചെയ്താൽ മാത്രമേ ആ പേജ് എടുക്കുമ്പോൾ ആ പേജിൽ ഈ ഏൺ ലീവിന്റെ ഡീറ്റെയിൽസ് കാണാൻ കഴിയുള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ ഈ സർവീസ് ബുക്ക്. ഇതിലിനി കൂടുതൽ വിശദീകരണങ്ങൾ ആവശ്യമില്ലെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ഈ സർവീസ് ബുക്ക് എടുത്ത് ഇതുപോലെ നോക്കി ഇല്ലാത്ത കാര്യങ്ങൾ ആഡ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. നമുക്ക് അതിനുള്ള റിക്വസ്റ്റ് ഓഫീസിൽ കൊടുക്കാം. അപ്പോൾ ഇത്രയും കൊണ്ട് നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഒരു കാര്യം കൂടി, നമുക്ക് നമ്മുടെ സർവീസ് ബുക്ക് നമുക്കിവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം, ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാം. ഇനി നമ്മൾ പെൻഷൻ പറ്റുന്ന സമയമാകുമ്പോൾ സർവീസ് ബുക്ക് അയച്ചു കൊടുക്കാൻ പറയുമ്പോൾ, സർവീസ് ബുക്ക് മുമ്പെല്ലാം നമ്മൾ വലിയ സർവീസ് ബുക്ക് കെട്ടായിട്ട് അയച്ചു കൊടുക്കുമായിരുന്നു. ഇനി നമുക്ക് അത് വേണ്ടി വരില്ല. ഈ സർവീസ് ബുക്ക് ഡൗൺലോഡ് ചെയ്ത് അയച്ചാൽ മതിയാവും. എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും അഭിപ്രായങ്ങൾ കമന്റുകളായി എഴുതുക. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാവുന്നതേ ഉള്ളൂ. താങ്ക് യു. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്തേക്കുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.